This is a clear message, and I thank the Bishop and the Catholic Church for inviting me here. And I wish everyone a very happy Merry Christmas and a Happy New Year. And I'm hoping that the joy നമുക്ക് എല്ലാ ഫാമിലിയിലേക്ക് പോകണം, എല്ലാ ഫ്രണ്ട്സിലേക്ക് പോകണം. ആൻഡ് ഞാനും എൻ്റെ ഈ ഫസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഈ വർഷത്തിൽ. ആക്ച്വലി ക്രിസ്മസ് കഴിഞ്ഞു, പക്ഷേ ക്രിസ്മസ് സെലിബ്രേഷൻ ഞാൻ ചെയ്തിട്ടില്ല. സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഒരു കുട്ടിക്ക് നിഷ്കളങ്കതയുണ്ട് എപ്പോഴും. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ, ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അതിൽ നമ്മൾ ഉണരുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുമസ് ആഘോഷം ഇവിടെ ഉണ്ടാകുന്നത്. മാനവരാശിയുടെ ആകെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി യേശു നൽകിയ സന്ദേശത്തിൻ്റെ തുടർച്ചയാണിത്. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആഘോഷ നിറവിലാണ് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുവാൻ പോകുന്ന ക്രിസ് മീറ്റ് 2024. എന്താണ് ക്രിസ് മീറ്റ് 2024? നമുക്ക് ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകരായ ബഹുമാനപ്പെട്ട സബിനച്ചനോട് തന്നെ എന്താണ് ക്രിസ് മീറ്റ് 2024 എന്ന് നമുക്ക് ചോദിച്ചറിയാം. അച്ഛാ, ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണങ്ങൾ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് നമുക്ക് ലോകത്തിന് മുഴുവൻ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സന്ദേശം അതാണ്. ഈ ഭൂമിയിൽ സന്മനസ്സോടെ ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നും അങ്ങനെ ജീവിക്കുമ്പോഴാണ് ക്രിസ്തു വിഭാവനം ചെയ്ത ആ രക്ഷയുടെ സമാധാനം ലോകത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നതെന്നും ഈ ഒരു സന്ദേശം എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ കോഴിക്കോട് പാറോപ്പടി സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയുടെ ഈ പാരിഷ് ഹാളിൽ ഇങ്ങനെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ക്രിസ് മീറ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ ഇടങ്ങളിലെ, അതേപോലെ ബ്യൂറോക്രാസി, അതേപോലെ പോലീസ് വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള 100ഓളം വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുമസിന്റെ ഈ സന്ദേശം, അതേപോലെ പുതുവത്സരത്തിന്റെ സന്ദേശം, അത് കൃത്യമായ ഒരു രീതിയിൽ എല്ലാവരിലേക്കും പങ്കുവയ്ക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഇതിലൂടെ ഉള്ളത്. അങ്ങനെ സാമൂഹിക മതസൗഹാർദ്ദ ഒരു സന്ദേശത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയായിട്ട് ഈ ക്രിസ്മീറ്റ് മാറ്റണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് താമരശ്ശേരി അതിരൂപതയുടെ കീഴിൽ AKCC സംഘടിപ്പിക്കുന്ന ക്രിസ് 2024 ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് വനം വകുപ്പ് മന്ത്രിയാണ്. ക്രിസ് 2024 അംഗമാകുവാൻ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം എങ്ങനെ മറ്റുള്ളവർക്ക് ജാതി മത ഭേദമന്യേ ഒരു ക്രിസ്മസ് സന്ദേശം പകരുന്നു? ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ സ്വകാര്യ സ്വത്തല്ല. മാനവരാശിയുടെ ആകെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി യേശു നൽകിയ സന്ദേശത്തിൻ്റെ തുടർച്ചയാണിത്. അതുകൊണ്ട് അതിൽ ജാതി മത ചിന്തകൾക്കൊരു സ്ഥാനവുമില്ല. എന്നാൽ ജാതി മത ചിന്തകൾ തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ച് തുടങ്ങിയെന്ന് സംശയം തോന്നുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്നവരുള്ള കൂട്ടായ്മകൾ അവ അന്യമാണെന്നും അതെല്ലാം മനുഷ്യസ്നേഹമെന്നും നമ്മയൊക്കെ ഓർമ്മിപ്പിക്കാൻ സഹായം നൽകുന്നതാണ്. അത്തരം ഓർമ്മപ്പെടുത്തലുകൾ അതെത്ര ചെറുതായാലും വലുതായാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അത്തരമൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് സംഘടിപ്പിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ക്രിസ് 2024 മാറ്റുകൂട്ടുവാൻ നമ്മോടൊപ്പമായിരിക്കുന്നത് IG സേതുരാമൻ സാറാണ്. സാർ, ഈ ക്രിസ് 2024 എങ്ങനെ ഈ ഒരു കോഴിക്കോട് മേഖലയിൽ എല്ലാവർക്കും ഒരു മെസ്സേജ് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം? കേരളത്തിൻ്റെ ഒരു ഐക്യവും ഒരു സൗഹാർദ്ദവും
ഇത് വേറെ ഒരു സംസ്ഥാനത്തും കാണത്തില്ല. ഇത് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഇന്ന് ക്രിസ് 2024. ഈ പരിപാടിക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിൻ്റെ മുന്നോട്ട് നയിക്കാനുള്ളത് യേശുവിൻ്റെ സ്നേഹമാണ്, വാത്സല്യമാണ്. അത് മാത്രമേ നമ്മുടെ പ്രതീക്ഷ. സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളും മാത്രമേ ഉള്ളൂ. ഓരോ ക്രിസ്മസും ഒരു ആഘോഷം എന്നതിലുപരി സർവ മതങ്ങളുമായുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള അവസരമായിട്ടാണ് കേരളീയർ ഇതിനെ കാണുന്നത്. കേരളം പൊതുവെ എല്ലാ മതവിഭാഗത്തിൻ്റെ ആഘോഷങ്ങളെയും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളും എല്ലാ ആഘോഷങ്ങളും പരസ്പരം ഷെയർ ചെയ്യപ്പെടാറുണ്ട്. ക്രിസ്തു നൽകിയിട്ടുള്ള മഹത്തായ ആശയങ്ങൾ അത് മനുഷ്യവർഗത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവിക സങ്കല്പങ്ങൾ വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും എല്ലാവരും ദൈവത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ രീതിയിൽ ക്രിസ്മസ് പൊതുവെ മനുഷ്യ സമൂഹത്തിന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. ക്രിസ് 2024 വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ആക്കി തീർക്കുന്നത് മറ്റൊന്നുമല്ല, അതിൻ്റെ ക്രിസ്മസ് വിരുന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത് നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സാർ, ഈ ഒരു ക്രിസ് 2024 എങ്ങനെയാണ് ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്? വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം. ഇവിടെ നമ്മുടെ മിനിസ്റ്റർ, കളക്ടർ, അങ്ങനെ എല്ലാവരും പങ്കെടുത്ത ഒരു അതിമനോഹരമായ ഒരു സായാഹ്നം. അപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്രിസ് 2024 നമ്മുടെ സിറ്റി പോലീസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോ ഭൂമിയിലേക്ക് മനുഷ്യപുത്രനായി കടന്നു വന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം സാർവത്രിക രക്ഷയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ജാതി, മതം, വർണ്ണങ്ങൾ ഒന്നുമില്ല. അതിനപ്പുറത്താണ് ദൈവസ്നേഹം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ വലിയ ഒരു സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ നഗരത്തിലും നഗരപ്രാന്തങ്ങളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു സന്ദേശം നൽകുകയാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ട്രീസ മാം നമ്മോടൊപ്പം ഉണ്ട്. ക്രിസ് 2024 എങ്ങനെ മറ്റുള്ളവർക്കൊരു ക്രിസ്തു സാക്ഷ്യമായി മാറുന്നു ഈ AKCC സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം? ക്രിസ്തു ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം സ്നേഹം, സാഹോദര്യം എന്നുള്ളത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ക്രിസ് മീറ്റ് 2024 താമരശ്ശേരി രൂപത ഈ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് പകർന്നു വെക്കാൻ ആഗ്രഹിക്കുന്നതും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വിവിധ മതങ്ങളിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ഒരു സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഇന്ന് ഞങ്ങളിവിടെ പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത്. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ പിറവി തിരുനാളും ക്രിസ്താബ്ദം AD 2025 സാധാരണ ജൂബിലി വർഷം അതിൻ്റെ പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രയത്നിക്കുവാനൊക്കെയുള്ള ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സാധീകരിക്കുവാനുള്ള ഒരു നീക്കമാണ് ഈ ക്രിസ് മീറ്റ് 2024. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ക്രിസ് മീറ്റ് 2024
കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണെന്ന് വിലയിരുത്തപ്പെടുകയാണ്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരാണ് ഈ ആഘോഷ നിശയിൽ പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, MP MK രാഘവൻ, ശ്രീ അഹമ്മദ് P ദേവർകോവിൽ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ശ്രീമതി ഷീബ ശശി, ശ്രീ K സേതുരാമൻ IPS, ബിഷപ്പ് മാർ റെമീജിയസ് ഇഞ്ചനാനിയിൽ, റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തുടങ്ങിയ നിരവധി പ്രമുഖരും താമരശ്ശേരി അതിരൂപതയിലെ പുരോഹിതരും സന്യസ്തരും പരിപാടിയിൽ പങ്കുചേർന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലോകം മുഴുവനും ക്രിസ്മസ് ലഹരിയിൽ ആറാടുമ്പോൾ താമരശ്ശേരി അതിരൂപത കുടുംബവും ക്രിസ്മസ് ആഘോഷ ലഹരിയിലാണ്. കത്തോലിക്ക കോൺഗ്രസും താമരശ്ശേരി അതിരൂപതയും സംയുക്തമായി നടത്തുന്ന ക്രിസ്മീറ്റ് 2024 ആഘോഷ പരിപാടികൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകം കൂടിയാവുകയാണ്.